സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരീഹന്തവ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 52-ാം ദശകത്തിൽ 5-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു. ഏകദേശം 1 വർഷത്തോളമാണ് ബ്രഹ്മാവ് പശുക്കളെയും ഗോപന്മാരെയും മറച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു കാലയളവിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും കൂടാതെ കാര്യങ്ങൾ നടന്നുപോയി. ഒന്നിനൊരു കുറവില്ല, അവിടെയെല്ലാം ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതെന്താ? മുമ്പേ ഉള്ള ഗോപന്മാരോടോ പശുക്കൾക്ക് തൻ്റെ കുട്ടികളോടോ ഗോപന്മാരോട് അമ്മയ്ക്കോ അമ്മമാർക്കോ ഉള്ളതിനേക്കാൾ കുറേ സ്നേഹം അധികം ഉണ്ടായി എന്നൊരു ഒഴിച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനൊരു വ്യത്യാസം ഉണ്ടാവാൻ കാരണം? നമ്മുടെയൊക്കെ കുട്ടികളോടും സാധനങ്ങളോടും ഒക്കെ നമുക്ക് സ്നേഹവും കുറച്ചൊരു ബന്ധവും ഒക്കെ ഉണ്ടാവും. ഒരു പ്രതിപത്തി എന്ന് പറയുന്നത് ഉണ്ടാവും. അതുകൊണ്ടല്ലോ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്താൻ നമുക്കൊരു ധൃതി, നേരം വൈകിയിലോ. ഇപ്പം നമ്മുടെ സ്ഥലത്തിനോടൊരു മമത സ്വതവേ തന്നെ അത് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ആയിത്തീർന്നതൊക്കെ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളാണ്. അവിടെ നമ്മളും ഈ ജീവ ഈശ്വര ഭേദം ഇല്ല എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കാരണം പറയണത്. ജീവനും ഈശ്വരനും രണ്ടല്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ കുട്ടിയാവുക ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണത്. കുട്ടിയോട് തന്നെ സ്നേഹമുണ്ട്. നമ്മൾ തന്നെ കുട്ടിയായ നമ്മളോടുള്ള സ്നേഹം പ്ലസ് കുട്ടിയോടുള്ള സ്നേഹം ഉണ്ടാവില്ലേ? മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പ്രകാരം ഒരു ഇക്വേഷൻ കൊണ്ടുവരണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മളോടുള്ള സ്നേഹം നമുക്കൊക്കെ ഉണ്ട്. നമ്മുടെ കൈ കേട് വന്നാൽ കാലിനോടുള്ള സ്നേഹം, ഭക്ഷണം കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും എക്സസൈസ് എടുത്തിട്ട് എണ്ണ തേച്ചിട്ടും നമ്മളിതിനെ ഇങ്ങനെ പരിപാലിക്കണത് എന്താ? നമ്മളോടാണ് നമുക്ക് സ്നേഹം. അതിനെന്ത് വേണം? ശരീരം വേണം. കേട് വന്നാൽ പറ്റുമോ? അതിനുമായിട്ട് ബന്ധപ്പെട്ടവർ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ തന്നെ കുട്ടിയായിട്ട് മാറുക, നമ്മൾ തന്നെ സാധനമായിട്ട് മാറുക. അതായത് ഈശ്വരൻ നമ്മളാണ്. അപ്പോൾ ഇതും നമ്മളാണ്. A is equal to B, B is equal to C, therefore A is equal to C എന്ന് പറയുന്ന പോലെയാണ്. എയും സിയും ഒന്നല്ലേ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഇവിടെ ഈശ്വരനാണ് ഈ സാധനങ്ങൾ, നമ്മൾ ഈശ്വരനും ആണെങ്കിൽ ഈ സാധനങ്ങൾ നമ്മളല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? അതുകൊണ്ട് സ്നേഹം വളരെയധികം കൂടി എന്ന് പറഞ്ഞു. ഇത് പറയണം, ഏവം പ്രദക്ഷിണ വിജൃംഭിത കഷ്ടഭാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിത്വം. അത് പറഞ്ഞുല്ലോ. അഗ്രജോ വിഭുതേ കില വത്സരാന്തേ. ബലരാമന് അവസാനം മാത്രമേ മനസ്സിലായുള്ളൂ, ആദ്യം മനസ്സിലായില്ല. ഭക്ഷാവതോ നവപുരാതന വത്സപാലാൻ ദുഷ്ട വിവേകമതൃണേ ദൃഹിണേ വിമൂഢേ പ്രാതീത് ശപ്പതിനവന്മകുടങ്കദാതി ഭൂഷാൻ ചതുർഭുജയുജസജലാംബുദാമാൻ. ബ്രഹ്മാവ് വല്ലാതെ പരിഭ്രമിച്ചപ്പോൾ ഭഗവാൻ ശംഖചക്രഗദാപത്മാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ഇതിനെ എല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അനവധി പാത്രങ്ങൾ, ഉറികൾ, വടികൾ, ഗോപന്മാരുണ്ട് അവിടെ, പശുക്കൾ ഒക്കെ വിഷ്ണു സ്വരൂപമായിട്ടാണ് കാണുകയാണ്. അല്ലാത്തൊരവസ്ഥ. പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ മയനാഭിരാമൻ നീല നിമീലിത ദൃശസനകാദിയോഗി വ്യാസേവിതാൻ കമലഭൂർഭവദോദർശ എന്നിപ്പോൾ ശരിക്കും അവിടുന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഓരോരോ വിഷ്ണുവിൻ്റെ അടുത്തും ഉണ്ട് ഓരോരോ ബ്രഹ്മാവ്. കമലാപരിലാളിതാംഗ, ലക്ഷ്മീ ദേവിയാൽ പരിലാളിക്കപ്പെട്ട ശരീരത്തോടു കൂടി കാലിനെ തടവണു, മറ്റ് ശരീരത്തിനെ തടവി ദേവി സേവിക്കണു ഭഗവാനെ. പരിലാളിതാംഗാൻ, സർവാംഗം ദേവിയാൽ പരിലാളിക്കപ്പെട്ടതായിട്ട്
കമല മഹാലക്ഷ്മി, കമലാ പരിലാളിതാങ്കാൻ ഭോഗീന്ദ്രഭോഗശയനാൻ. എവിടെയാണ് കിടപ്പ്? അനന്തൻ്റെ മുകളിൽ. ഇത് ഒരുപാടെണ്ണം അങ്ങനെ കാണുക വെച്ചാൽ ഒന്നൊന്നുമല്ല. ഭോഗീന്ദ്രൻ അനന്തൻ, ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ. വളരെ കാണാൻ സൗന്ദര്യത്തോട് കൂട്ടി മിന്നിത്തിളങ്ങണ പ്രകാശത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. മഞ്ഞപ്പട്ട നീലമേഘശ്യാമള നിറം. നയനാഭിരാമാൻ, കണ്ടാൽ മതി വരില്ല, പിന്നെയും കാണണം പിന്നെയും കാണണം എന്നിങ്ങനെ തോന്നും. അതാണ് നയനാഭിരാമാൻ. ലീലാനിമീലിതത് ശസ്തനകാദിയോഗി. പിന്നെ എന്ത് കണ്ടു? ലീലാനിലീനദശ, ലീലയോട് അടഞ്ഞ കണ്ണുകളോട് കൂടിയ സനകാദിയോഗികളെ കണ്ടു. സനകാദി മഹായോഗികൾ സദാ ഏതൊരു ഭഗവാനെയാണോ ധ്യാനിച്ച് കണ്ണടച്ച് ആനന്ദം അനുഭവിക്കുന്നത്, പുറത്തല്ല ആനന്ദി. ഇതിങ്ങനെ നോക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എവിടുന്നും കിട്ടില്ല ആനന്ദം. വെറുതെ വിചാരിക്കുക, കിട്ടിയാൽ അതൊക്കെ താൽക്കാലികമാവും ചെയ്യും. നിസ്സാരവും താൽക്കാലികവും, അല്പസുഖങ്ങളായി അല്പസാരങ്ങളായി അവസാന വിരസങ്ങളായി ഓരോരോ വിഷയത്തിൽ പരിഭ്രമിച്ചും കൊണ്ട് ഏയാക്കിയമാർ പറയല്ലേ തുടക്കത്തിൽ, ഒക്കെ ഇപ്പം സുഖാച്ച കുറച്ച് കഴിഞ്ഞാൽ ദുഃഖമാവണതേ ഉള്ളൂ. എങ്ങനെയാ ശാശ്വതമായിട്ട് സുഖം കിട്ടുക? ഉള്ളിലേക്ക് നോക്കുക, കണ്ണാണ്ട് അടച്ചാൽ മതി. ഭഗവാനെ ഉള്ളിൽ കാണാൻ സാധിച്ചാൽ ലീല നിമീലിത ദൃശ, അടച്ച കണ്ണുകളോട് കൂടിയിട്ട് അവർ പുറത്തേക്കല്ല നോക്കണം, ഉള്ളിലുള്ള ഭഗവാനെ കണ്ട് ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സനകാദിയോഗി. വ്യാസേവിതാൻ കമലഭൂർ പവതോദർശ. കമലഭൂ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് അങ്ങനെയുള്ള അങ്ങേയല്ലേ ഗുരുവായൂരപ്പ കണ്ടു. അനവധി വിഷ്ണു സ്വരൂപത്തെ അങ്ങോട്ട് കാണുകയാണ്. ശംഖചക്രഗദാപത്മാദികൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് കാണുന്നത്. ശംഖചക്രഗദാപത്മാദികളോട് ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി അനന്തശായിയായിട്ട് കണ്ണടച്ചതായിട്ടുള്ള സനകാദി യോഗികൾ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ഏതൊരാളുടെ സമീപത്താണോ സനകാദി യോഗികൾ ആനന്ദം അനുഭവിച്ചു കൊണ്ട് ഇരിക്കുന്നത്, ആനന്ദപാരവശ്യത്തിലിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ കമലഭൂ ബ്രഹ്മാവ് കണ്ടു. ദദർശ. എന്തൊരവസ്ഥയായിരിക്കും നോക്കൂ. ഒരുപാട് ശംഖചക്രപദാർത്ഥങ്ങൾ ധരിച്ച അനന്തശായിയായിട്ടുള്ള വിഷ്ണുമാരെ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാലേ, ഇവിടെയാണ് നാരായണാകൃതിം അസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമഭിസമവേക്ഷയമേക്ഷ്യദാദാ മായാനിമഗ്നഹൃദയോ വിമുമുഹയാവൻ ഏകോ ബഭൂവിധ തഥാ കപളാർത്ഥപാണി. ബ്രഹ്മാവ് ആകെ പരിഭ്രമിച്ചു. തന്നെ പോലെ കുറേ ആളെ ഇങ്ങോട്ട് കാണുകയാണേ. നമ്മളെപ്പോലെ മുഖച്ചായ അതേ ഫേസ് കട്ടിൽ 1000-10,000 ആളെ ഇങ്ങോട്ട് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? തനിക്ക് ചിത്തഭ്രമം ഉണ്ടായോ? സ്വപ്നമാണോ? എന്താണ് താൻ ഈ കാണുന്നത്? ഒരു തരം തലചുറ്റലോ മോഹാലസ്യോ ഒക്കെ ഉണ്ടാവാം ഇല്ലേ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണത്. നാരായണാകൃതിയും അസംഖ്യതമാം. സംഖ്യല്യ, എണ്ണാൻ പുറപ്പെട്ടാൽ നടക്കില്ല. അത്രയധികം നാരായണ രൂപത്തെ നിരീക്ഷ്യ കണ്ടിട്ട് സർവത്ര സേവകം അഭി, ഒക്കെ സേവകന്മാരും ഉണ്ട് കൂടെ. എല്ലായിടത്തും ഭഗവാനെ സേവിക്കുന്ന സനകാദി സേവകന്മാരെയും കണ്ടിട്ട് പിന്നെന്ത് കണ്ടു? സ്വയം അപേക്ഷ്യദാത, തന്നെയും കാണുന്നുണ്ട്. എല്ലാ വിഷ്ണുവിൻ്റെ അടുത്ത് ഒരു ബ്രഹ്മാവ് നാഭീകമലത്തിൽ കാണുന്നു. വിഷ്ണു ഉണ്ടായാൽ താമര ഉണ്ടാവും, താമരയിൽ ബ്രഹ്മാവും ഉണ്ടാവും. നാഭീകമലം ഉണ്ടാവും, അതിൽ താമര ഉണ്ടാവും, അതിൽ ബ്രഹ്മാവും ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ വിഷ്ണുവിൻ്റെ നാഭിയിലും ഉണ്ട് താമര. ഉണ്ടാവുമല്ലോ. എല്ലാ താമരയിലും ആരുണ്ട്? താനും ഉണ്ട് ബ്രഹ്മാവ്. ഇതിങ്ങനെ കണ്ടപ്പോൾ മോഹാലസ്യം പ്രാപിച്ചു. മായാനിമഗ്നഹൃദയോ, മായയിലങ്ങോട്ട് മുങ്ങി. ഈ മായയുടെ മുഴുവൻ നാഥനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അടുത്താണ് ബ്രഹ്മാവ് ചെറിയ ഒരു ചെപ്പടി വിദ്യ എന്ന് പറയാവുന്നത് കാണിച്ചത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കളി കളിച്ചപ്പോൾ ഭഗവാൻ കളി അങ്ങോട്ട് പഠിപ്പിച്ചു.
അതാണ്ടായത്. മായാനിമഗ്ന ഹൃദയോ, മായയിൽ മുങ്ങി എന്താ വേണ്ടത് ചെല്ലേണ്ട അവസ്ഥ. വിമുമോഹ, മോഹിച്ചു. ഉത്തരം കിട്ടിയില്ല ചോദ്യങ്ങൾക്ക്. എന്താണതൊക്കെ ഉത്തരം കിട്ടണ്ടേ. ഏകോ ബഭൂവിധ തഥാ കബളാർത്ഥമാണി പരമേട്യ ചഷ്ട എന്ന ഭാഗവത ശ്ലോകം. ഏകം സപാണി കബളം പരമേട്യ ചഷ്ട. ഇങ്ങനെ ബ്രഹ്മാവ് അന്തം വിട്ടപ്പോൾ ഭഗവാൻ ഒരു ചെറിയ കുട്ടിയായിട്ട് ചോറുള്ള കടിച്ച് നിൽക്കുന്നത് കണ്ടു. കാട്ടിൽ മറ്റ് പശുക്കളില്ല, പശുക്കുട്ടികളില്ല, ഗോപന്മാരില്ല, ആരുമില്ല. കൃഷ്ണൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് കൃഷ്ണൻ എന്നങ്ങട് സമർത്ഥിച്ചു. നശ്യന്മദേ തദനു വിശ്വപതിം മുകുത്വാം നത്വാ ച നൂതപതിദാതരിതാമയാദേ. അഹങ്കാരമൊക്കെ ഉണ്ട് പോയി. ബ്രഹ്മാവൻ ആരോടാണ് കളിച്ചത് എന്നാണ് മനസ്സിലായില്ലേ. നശ്യന്മദേ, മതം അഹങ്കാരം, എല്ലാ അഹങ്കാരവും അവിടെ പോയി. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ടാണ്ട് ഒഴുകുകയാണ്. വിശ്വപതിയായിട്ടുള്ള ഭഗവാനെ വീണ്ടും വീണ്ടും കണ്ടിട്ട് നമസ്കരിച്ചു. നത്വാച നൂതപതിധാതരിതാമയാദേ. വീണ് 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 നമസ്കരിച്ചു. കൃഷ്ണ, അങ്ങയോട് അപരാധം ചെയ്തത് പൊറുക്കണേ. അറിവില്ലായ്മ കൊണ്ട് ഞാൻ പരീക്ഷണ ബുദ്ധി കാണിച്ചു, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കൽ വീഴുകയാണ്. നത്വാച നൂതപതി വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിച്ച് ബ്രഹ്മാവ് പോയി. വലിയൊരു സ്തുതിൻ്റെ ഭാഗവത്തിൽ 14-ാം അധ്യായം ദശമസ്കന്ധം. നവമീട്യത്തെ പ്രഭുഷേ തദിഡംബരായ കുഞ്ചാപദം സപരിലം അല്ലേ രംസിത കുഞ്ചാപദം സപരിരംസിത തുകന്നോല്ല. വലിയൊരു ശ്ലോകമാണ് അവിടെ ഉള്ളത്. കുഞ്ചാപദം പരിരംസിത എന്ന് പറഞ്ഞിട്ട് കബള കയ്യിൽ ഓടക്കോയിൽ മുതലായിട്ടതൊക്കെ പിടിച്ചതുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സ്തുതിയാണ് തുടങ്ങുന്നത്. വലിയൊരു സ്തുതിയാണ്. 14-ാം അധ്യായം മുഴുവൻ ബ്രഹ്മസ്തുതിയാണ്. അങ്ങനെ സ്തുതിച്ചു. ഭഗവാനെ, അങ്ങയോട് ചെയ്തിട്ടുള്ളതായ അപരാധം ഒരിക്കലും പൊറുക്കാവുന്നതല്ല. എങ്കിലും ഒരു ചെറിയ കുട്ടിയോട് അമ്മ പൊറുക്കണത് പോലെ പൊറുക്കണേ എന്നാണ് പറഞ്ഞത്. ചെറിയ കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശു ആവുമ്പോൾ ചിലപ്പോൾ ചവിട്ടും ഇല്ലേ. പുറത്തേക്ക് വന്ന അമ്മ കാണിച്ചു തരാം ഞാൻ എന്ന് പറയാറുണ്ടോ? അതുപോലെ ക്ഷമിക്കണം എന്നൊക്കെയാണ് സ്തുതിയുടെ കുറേ കാര്യങ്ങൾ പറയണത്. ഇതാ കാരണം വെച്ചാൽ ഭഗവാന്റെ നാഭീകമലത്തിലാണ് ആരുണ്ടായത്? ബ്രഹ്മാവ്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമല്ലേ, അമ്മയുടെ സ്ഥാനമാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ കുട്ടി ചെയ്ത അപരാധം അമ്മ ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അച്ഛൻ ക്ഷമിക്കുന്നത് പോലെ, സർവേശ്വര അങ്ങേ പരീക്ഷിച്ചതായിട്ടുള്ള തെറ്റ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്തുതിയാണ്. നവമീട്യത്തെ പ്രഭുഷേ തദിഡംബരായ, മഞ്ഞപ്പട്ടുടുത്ത് ആകാശത്തിൻ്റെ പോലെ നീലനിറമുള്ളവനും, ഗുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ, മഞ്ഞപ്പട്ടുടുത്ത് കുന്നിക്കുരുമാലയണിഞ്ഞ് വന്യസ്ത്രജയ കപളവേത്ര വിഷാണവേണു വനമാല ധരിച്ച് ചോറുള്ള കയ്യിൽ പിടിച്ച് ഓടക്കൊഴിലെ കൊമ്പ മുതലായതോട് കൂടിയ ലക്ഷ്മശ്രീയെ, ഏതൊരു ഭഗവാന്റെ മാറത്താണ് ലക്ഷ്മി ഭഗവതി ഉള്ളത്, മൃദുവായ പാദത്തോടു കൂടി അങ്ങേക്ക് നമസ്കാരം. ലക്ഷ്മശ്രീയെ മൃദുപദേ പശുപാങ്കജായ എന്ന് പറഞ്ഞിട്ടാണ് സ്തുതി തുടങ്ങുക. വലിയൊരു സ്തുതിയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. സാധാരണ ഒരു ഇന്ദ്രിയത്തിൻ്റെ ദേവത സന്തോഷിക്കുമ്പോഴാണ് നമുക്ക് അത് കൂടെയുള്ള ആനന്ദം അനുഭവിക്കുന്നത്. ഇന്ദ്രൻ സന്തോഷിച്ചാൽ കയ്യിൻ്റെ കൂടെയുള്ള സുഖം ഉണ്ടാവും. നാവിൻ്റെ ദേവതയായിട്ട് വരണം സന്തോഷിച്ചാൽ നാവ് കൂടെയുള്ള സന്തോഷം ഉണ്ടാവും. സൂര്യൻ സന്തോഷിച്ചാൽ കണ്ണിൻ്റെ സന്തോഷം ഉണ്ടാവും. ഇവിടെ ഇവർക്ക് എല്ലാ സുഖങ്ങളും ഗോപന്മാർക്ക് ഒരുമിച്ച് കിട്ടി. കാരണം എല്ലാ ദേവതകളുടെയും ദേവതയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചപ്പോൾ സർവ്വദേവതകളും സന്തോഷിച്ചു. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും സന്തോഷിച്ചത് വലിയൊരു തത്വമായിട്ടാണ് പറയണം കേട്ടോ. ആ ഒരു സന്തോഷം, ആനന്ദം ഇവർക്ക് അനുഭവപ്പെട്ടു എന്നൊക്കെ സ്തുതിയിൽ അങ്ങനെ പറയാൻ തുടങ്ങി ഒരുപാടുണ്ട്. ഗുരുവിൽ കൂടെയുള്ള അനുഗ്രഹം കൊണ്ട് മാത്രമേ, പൂർവ്വപുണ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കുറച്ച് കഴിവുകൊണ്ടോ സാധാരണ കഴിവോ പോരാ എന്നൊക്കെ പറഞ്ഞ്
ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ വേണ്ടി അടിയറവ് പറഞ്ഞ് ബ്രഹ്മാവ് തുതിക്കുകയാണ്. ശരി, അഹങ്കാരമൊക്കെ ഇല്ല, അങ്ങ് സൃഷ്ടി നടത്തിക്കോളൂ, ഈശ്വരനോട് വേണ്ട കേട്ടോ കളി. ബാക്കി ആരോട് താൻ വലിയ ആളാണെന്ന് അടിച്ചാലും ഈശ്വരനോട് തൻ്റെ കളി വേണ്ട എന്നൊരു താക്കീത് ഭഗവാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പോതേഷ്ടമം പ്രമുദിതേ പ്രവിശൻ നികേതം, കോവന്മാരോട് കൂടി മടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന വാതാലയാതിപ വിഭോ പരിപാഹി രോഗാൻ, എന്നെയും കൂടി രക്ഷിക്കണേന്ന് പറയുകയാണ്. അനവധി നാരായണാകൃതികളെ കണ്ട് മായയിലങ്ങനെ മുങ്ങി ഒരു ഉരുള കയ്യിൽ പിടിച്ചിട്ടുള്ള കൃഷ്ണനെ കണ്ടു എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞു. അഹങ്കാരമൊക്കെ പോയി ഭഗവാനെ തുതിച്ചു എന്ന് വേറൊരു ശ്ലോകത്തിലും പറഞ്ഞു. 52ാമത്തെ ദശകം അവസാനിച്ചു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമിദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.